രാമേന്ദ്രൻ സാറേ, ഈ ശ്രീരാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ പോസ്റ്റ് നമ്മുടെ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മോണിറ്റർ ചെയ്തിട്ട് അത് സ്ട്രീം ലൈൻ ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിലേക്കുള്ള വരവും അതിൻ്റെ എക്സ്പെൻഡിച്ചറും ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു പുതിയ IAS ഉദ്യോഗസ്ഥന്മാരുടെ ധനകാര്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ബോഡി ഉണ്ടാക്കിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്. അതിൻ്റെ ചെയർപേഴ്സണാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. ഈ ശ്രീരാം വെങ്കിട്ടരാമനെ തീർച്ചയായിട്ടും ശ്രീരാം വെങ്കിട്ടരാമനെതിരായിട്ട് ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു. അത് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിനെതിരെ ഗൗരവമായ കുറ്റങ്ങൾ തെളിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് പുതിയ പദവികൾ കൊടുത്തു. ഇപ്പോഴും ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശ്രീരാമനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യം എന്താ വെച്ചാൽ ഈ വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ചെയർപേഴ്സൻ്റെ ആ വിനിയോഗത്തിൻ്റെ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ശ്രീരാം വെങ്കിട്ടരാമനെ നിയമിച്ചു ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമായത്ത് എന്ന് പറഞ്ഞാൽ കാന്തപുരം ഗ്രൂപ്പിൻ്റെ AP ഗ്രൂപ്പിൻ്റെ ഒരു ബഹുജന സംഘടനയാണ്. അതാണ് ഈ കേരള മുസ്ലിം ജമായത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒന്ന്, ഞാൻ കണ്ടത് ഈ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ അപകടം നടന്നപ്പോൾ സാറിന് ഓർക്കുന്നുണ്ടാവും, ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പരിഗണനയാണ് ആ അപകടത്തിൽ കൊല്ലപ്പെട്ട സിറാജ് എന്ന് പറയുന്ന ഒരു കൊച്ചു പത്രത്തിലെ ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്ന KM ബഷീറിന് കിട്ടിയത്. ആ പരിഗണനയിൽ ആദ്യം നടന്നത് ഒന്ന്, വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ട് അത് ഏറ്റെടുത്തു, വലിയ കോമ്പൻസേഷൻ കൊടുത്തു. ബഷീറിൻ്റെ വൈഫിന് അന്ന് മലയാള സർവകലാശാലയിൽ ജോലി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ എത്ര അപകടങ്ങൾ. കേരളത്തിൽ തന്നെ അപകടത്തിൽ മരിച്ചുപോയ എത്രയോ പത്രക്കാരെ എനിക്കറിയാം, സാറിന് എന്നേക്കാൾ കൂടുതൽ അറിയുമായിരിക്കും. വിക്ടർ എന്തായിരുന്നു നിങ്ങളുടെ മനോരമയിലെ ഫോട്ടോഗ്രാഫർ, എത്ര പേര് ജോലി സ്ഥലത്ത് മരിച്ചുപോയി. എൻ്റെ ഗുരുവായിരുന്നു, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായിരുന്നു റഹീം മേച്ചേരി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചുപോയത്. ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജോലി പോയിട്ട് നയാ പൈസയുടെ നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. ഇൻഷുറൻസ് കമ്പനി കൊടുത്തത് അതിൽ പെടില്ലല്ലോ. പിന്നെ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഒക്കെ കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനൊക്കെ മുൻകൈ എടുത്തു എന്നല്ലാതെ നയാ പൈസയുടെ ആനുകൂല്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ KM ബഷീറിന് വഴിവിട്ട പരിഗണനകൾ കിട്ടിയതിൻ്റെ യഥാർത്ഥ കാരണം അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ശ്രീരാം വെങ്കിട്ടരാമൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നത് മൂന്നാറിലാണ്, ഈ ഇടുക്കി ജില്ലയിലെ റവന്യൂ അധികാരിയായിട്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റമായി വന്നിരുന്നു. അതിനുശേഷമാണല്ലേ. അതിൻ്റെ തൊട്ട് മുമ്പ് ഇദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞത് അദ്ദേഹം അവിടെ വലിയ സ്റ്റാറായി മാറിയിരുന്നു. അവിടുത്തെ കയ്യേറ്റങ്ങൾ തടയാൻ രാവിലെ ഇറങ്ങിയിട്ട് ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ട്, ഓർമ്മയില്ലേ, ആ ബുള്ളറ്റിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം മുഴുവൻ ആളുകളുടെയും വേദനയും വിഷമവും അറിഞ്ഞ് പെരുമാറിയിരുന്നൊരു കാലമുണ്ട്. തീർച്ചയായിട്ടും അത് ആദ്യം പ്രകോപിപ്പിക്കുക MM മണിയെയും അവിടുത്തെ കയ്യേറ്റക്കാരായ രാഷ്ട്രീയക്കാരെയുമാണ്. MM മണിക്ക് പ്രകോപിതനായാൽ പിന്നെ ആ പ്രകോപനം കാണിക്കുക പിണറായി വിജയനാണ്. അതുകൊണ്ട് ഈ ശ്രീരാം വെങ്കിട്ടരാമനോടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ വിരോധം, ഒരു ഭരണകക്ഷിയുടെ വിരോധം മുഴുവനും വലിയ ആനുകൂല്യമായിട്ട് കിട്ടിയത് ഈ ബഷീർ എന്ന് പറയുന്ന ജേർണലിസ്റ്റിനാണ്, പത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യകരമായ അപകടത്തെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഒന്നും പറയാനില്ല. അതിൽ ആർക്കായാലും സംഭവിക്കാവുന്ന അദ്ദേഹത്തിന് സംഭവിച്ചു. തീർച്ചയായിട്ടും ആ ദുഃഖത്തിൽ തീർച്ചയായിട്ടും നമ്മളും പങ്കുചേരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞാൻ അന്ന് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ, എത്ര പേര് ആരൊക്കെയോ ചീത്ത വിളിച്ചെങ്കിലും ഞാൻ ഇന്നും അത് ആവർത്തിക്കുന്നു. ഈ പത്രപ്രവർത്തകനായ ബഷീർ, സിറാജിൻ്റെ റിപ്പോർട്ടർ ബഷീർ അപകടത്തിൽപ്പെട്ടപ്പോൾ കിട്ടിയ പരിഗണന ഇന്ത്യ ചരിത്രത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു പത്രക്കാരനും ഒരു മാധ്യമപ്രവർത്തകനും കിട്ടാതെ പോയതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇവർ ശ്രീരാം വെങ്കിട്ടരാമനോട് നന്ദി പറയണം. ഇപ്പുറത്ത് ശ്രീരാം വെങ്കിട്ടരാമൻ അല്ല എങ്കിൽ, അദ്ദേഹം പീരുമേടിലോ ഇടുക്കിയിലെ സബ് കളക്ടർ അല്ല, അങ്ങനെ ഒരു ജോലി ചെയ്തതിന് ശേഷം വന്ന ഒരു സമയത്തല്ലായിരുന്നെങ്കിൽ എന്ത് കാര്യം ഉണ്ടായിരുന്നു കോലാഹലം ഉണ്ടാക്കുന്നതിൽ? നമ്മുടെ IASകാരിൽ ആരാണ് ക്ലബ്ബിൽ പോകാത്തവർ, മദ്യപിക്കാത്തവർ? നമ്മുടെ സെക്രട്ടറിയിൽ എത്ര പേരുണ്ട് ക്ലബ്ബിൽ ചേരാത്തവർ? എന്നിട്ട് അദ്ദേഹം ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആര് വണ്ടി ഓടിച്ചു, അദ്ദേഹത്തിൽ അതിന് പങ്കില്ല എന്നും പറയുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നീതിപീഠത്തിന്, നമ്മുടെ ഭരണകൂടത്തിന് തെളിയിക്കാനും പറ്റിയിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആ പക ഇപ്പോഴും തീർന്നിട്ടില്ല. ശ്രീരാം വെങ്കിട്ടരാമനോടുള്ള ഈ പക യഥാർത്ഥത്തിൽ അത് ആരുടെയൊക്കെയോ ചട്ടുകമായി തീരുകയാണ്. അത് കാന്തപുരം ഉസ്താദിൻ്റെ പ്രതികാരമല്ല ഇപ്പോഴെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശ്രീരാം വെങ്കിട്ടരാമനെ വേട്ടയാടുന്ന ഒരു ഭരണകൂട താല്പര്യം, അതിൻ്റെ ചട്ടുകങ്ങളായിട്ടാണ് ഈ കേരള മുസ്ലിം ജമായത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോട് ചേർത്ത് സാറിന് എന്ത് പറയാനുണ്ട്?
ഞാൻ ഇതിനു മുമ്പ് ഈ ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴയിൽ ജില്ലാ കലക്ടർ ആക്കിയപ്പോൾ ജില്ലാ കലക്ടർ ആയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രക്ഷോഭം നടന്നിരുന്നു. സത്യത്തിൽ ഒരാൾ ഇവിടെ IAS ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ IAS കാരന് കൊടുക്കുന്ന ഏത് പദവിയും നിർവഹിക്കാൻ അയാൾ യോഗ്യനാണ്, ബാധ്യസ്ഥനാണ്. അയാൾക്ക് സർക്കാർ കൊടുക്കുന്ന തസ്തികയിൽ അയാൾക്ക് ജോലിയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ അവിടെ നിന്ന് അന്ന് മാറ്റിയിട്ട് പിന്നീട് സിവിൽ സപ്ലൈസ് MD ആയിട്ട് നിയമിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, എറണാകുളത്ത് കലക്ടറായിരുന്ന ആളിനെ, അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലം എറണാകുളം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജോലിസ്ഥലം വയനാട്ടിലേക്ക് അന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. ആലപ്പുഴയിലായിരുന്നെങ്കിൽ ആലപ്പുഴയും എറണാകുളവും അടുത്തടുത്താണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ദ്രോഹിച്ചു. എനിക്ക് അന്നും തോന്നിയിട്ടുള്ളത് ഈ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ സംഘടന ഉണ്ടല്ലോ, ആ സംഘടനക്കാർ ഞാനെന്ന് വിചാരിച്ചിരുന്നത് മറ്റേ പുയ്യാപ്പിളയോട് പറഞ്ഞിട്ടോ മറ്റോ ഒക്കെ അതല്ല, മറ്റേ നിങ്ങൾ പ്രക്ഷോഭം ചെയ്താൽ ഞങ്ങൾ മാറ്റിത്തരാം എന്നൊറ്റ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. അതെ, അത് നമുക്കറിയില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥന് മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ എവിടെയെങ്കിലും കലക്ടറാകാനും അർഹതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റേ മാധ്യമപ്രവർത്തകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് കോടതിയിലുണ്ട്, കോടതി തീരുമാനിച്ചോട്ടെ ആ കാര്യങ്ങളിൽ. അല്ലാതെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും ഞാൻ അതിനെപ്പറ്റി പറയാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ വാദം, ഒരു IAS ഉദ്യോഗസ്ഥന് ഓഫീസിലിരുന്ന് അദ്ദേഹം വേറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കലക്ടറേറ്റിലിരുന്നും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് നിഷ്പക്ഷമായിട്ടും. അദ്ദേഹം മതസ്പർദ്ധ കാരണമാണ് മറ്റേ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായതെന്ന് പറഞ്ഞൊരു ആരോപണം ആരും ഉയർത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കേസ് സർവീസ് ഹിസ്റ്ററിയിൽ ഒന്നും അതില്ല, അങ്ങനെയില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്തുകൂടെ? ഇപ്പോൾ ആലപ്പുഴയിലത്തത് തന്നെ, ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയത് തന്നെ ഒരു അക്രമമായിരുന്നു എന്നാണ് എനിക്ക് ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം നിഷ്പക്ഷനായിട്ട് ജോലി ചെയ്യാനായിട്ട് യോഗ്യതയുണ്ടല്ലോ. അദ്ദേഹത്തിന് IAS ഇന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. ആ പൂജ ഗഡ്കറെ പുറത്താക്കിയ പോലെ ഇദ്ദേഹത്തിന് പുറത്താക്കിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഒരു കുഴപ്പം, ഇദ്ദേഹത്തിന് നല്ല റാങ്ക് IAS ഉണ്ടാവുകയും അദ്ദേഹം ഒരു താരമാവുകയും പിന്നെ സഭയൊക്കെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു, ഒരു കുരിശ് പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അതെ, അത് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം നിഷ്പക്ഷമായിട്ട് ചെയ്തു. രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു, MM മണിക്ക് ഇഷ്ടപ്പെടാതെ വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഈ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മതപരമായ ഒരു വൈരം തീർക്കുന്നത് പോലെ ഈ അന്തരീക്ഷം മലീസമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ആലപ്പുഴയിലും അങ്ങനെ തന്നെയായിരുന്നു. ആലപ്പുഴയിൽ കലക്ടറായപ്പോഴും അങ്ങേർക്ക് കലക്ടറായിട്ട് ജോലി ചെയ്യാനായിട്ട് യോഗ്യതയുണ്ടെന്നേ. അല്ലെങ്കിൽ ഒരു UPSCയിൽ പോയി പരാതി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ IAS റദ്ദാക്കണം എന്നിട്ടൊരു പരാതി കൊടുക്കട്ടെ. അങ്ങനെയായിരുന്നെങ്കിൽ IASൽ നിന്ന് മാറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അദ്ദേഹം നല്ല ഡോക്ടറായി തീരുമാനിക്കാം. അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ സമീപനങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്താനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് വായിച്ചത്, കേരള മുസ്ലിം ജമാഅത്ത് ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയാണ് കേരള സർക്കാരിൽ, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഫിനാൻസ് റിസോഴ്സസ്, ഫിനാൻസിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ ചീഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRF അതിൻ്റെ സൂപ്പർവൈസിങ് ഓഫീസറായിട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് റിഡ്രസൽ സെല്ലിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പരിഹാരത്തിൻ്റെ സെല്ലിൻ്റെയൊക്കെ ഒരു മേധാവിയായിട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തവുമായിട്ട് ബന്ധമുണ്ട് അതിന്. അപ്പം മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ ചൊവ്വാഴ്ചയാണ് ഈ പ്രസ്താവന, വെങ്കട്ടരാമനെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിലൊന്നും വെക്കരുത്. അദ്ദേഹം എവിടെയെങ്കിലും ഫണ്ട് തിരിമറി ചെയ്തതായിട്ട് ആരോപണമുണ്ടോ, കേസുണ്ടോ? ഇല്ല. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കേസിൽ? ഇല്ല. അപ്പോൾ വെങ്കട്ടരാമനെ അങ്ങനെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൽ വെക്കരുത്. കാരണം ഫണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ സത്യസന്ധത വേണം, സുതാര്യത വേണം, അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റൂൾ ഓഫ് ലോയ്ക്ക് ഒരു ചാലഞ്ച് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ
ക്രമസമാധാന പാലത്തിന് വെല്ലുവിളിയായിരിക്കുന്നത്. അതെങ്ങനെയാണത്? അദ്ദേഹം അഴിമതി ചെയ്തതായിട്ട് ഇതുവരെ ഒരു കേസില്ല. അഴിമതി ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, കൊച്ചിയിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന പ്രൊഫസറും ഈ കരിയർ ഗൈഡൻസ് ഗുരുവുമാണ് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ആൾ. ഇവിടെയൊക്കെ ആളുകൾ ആദരിക്കുന്ന ഒരാളാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർന്ന പഠനങ്ങളിലേക്കൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലവും ഇല്ല, അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല, അങ്ങനെ ഒരു രീതിയുമില്ല, അങ്ങനെ ഒരു കേസുമില്ല. അപ്പോൾ ഫണ്ട് കൈകാര്യം ചെയ്തത് ഒരു ആലപ്പുഴയിൽ ചെയ്തതിൻ്റെ വേറൊരു ഇതാണ് ഇവരിപ്പം മുസ്ലിം ജമാഅത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബഷീറിൻ്റെ കേസല്ല ഇതിൽ വിഷയം. ആകെ ഇവർക്ക് മുസ്ലിം ജമാഅത്തിന് ഇതിലുള്ള ഒരേ ഒരു താല്പര്യം ബഷീർ ഇദ്ദേഹത്തിൻ്റെ കാറിടിച്ച് മരിച്ചു എന്നുള്ളതാണ് കേസ്. ആ കേസിൽ ഇദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ എല്ലാ അന്വേഷണങ്ങളും കടന്നിട്ട് ഇതേ ഗവൺമെന്റ് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അത് ഇദ്ദേഹത്തിന്റെ കാറും അല്ലാന്ന് തോന്നുന്നു. അതാ ഒരു കൂട്ടുകാരിയുടെ കാറാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ആ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടവും പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് എല്ലാം പരിശോധിച്ചിട്ട് സസ്പെൻഷൻ കാലാവധിയും കഴിഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അന്നില്ലാത്ത വിരോധം വയനാട് ഇപ്പോൾ ആലപ്പുഴ കലക്ടറാക്കിയപ്പോൾ വിരോധം പറഞ്ഞു, വയനാട്ടിലേക്ക് മാറ്റിയപ്പോൾ തീർന്നോ? അതെന്താന്ന് വെച്ചാൽ ആലപ്പുഴയിൽ അന്ന് ഭരണകൂടം നട്ടെല്ല് കാണിച്ചില്ല. ഞങ്ങൾക്ക് മാറ്റാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നിലപാടെടുത്തില്ല? എന്തിനാണ് ഈ മതശക്തികൾക്ക് അന്ന് വഴങ്ങിയത്? ആ മതശക്തികൾക്ക് വഴങ്ങിയിട്ട് അവരുടെ വോട്ട് കിട്ടിയോ തെരഞ്ഞെടുപ്പിൽ? ഇല്ലല്ലോ. അതും പോയി കിട്ടി, ഭൂരിപക്ഷവും പോയി കിട്ടി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്തായാലും ഞാനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. നമ്മൾ രണ്ടുപേരും ഈ വിഷയത്തിലുള്ള നമ്മുടെ രണ്ട് ആംഗിളിലുള്ള നിരീക്ഷണങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും ആളുകൾ കേൾക്കട്ടെ, പരിശോധിക്കട്ടെ. ഇത് എന്ത് അന്യായമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഒരു ന്യായവുമില്ലാത്ത, അടിത്തറയുമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രബലമായൊരു മതസംഘടന, അതും കാന്തപുര അബൂബക്കർ മുസ്ലിയാർ, ഒരു തെളിവില്ലാത്ത കാര്യം കണ്ടേൽപ്പിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞിരിക്കും. അത് അവർക്ക് തന്നെ അവരുടെ തന്നെ വില കളയുന്നതാണ്, അവരുടെ തന്നെ അന്തസ്സ് കെടുത്തുന്നതാണ്. അവർ പറയുന്ന നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാനുള്ള സന്മനസ് പോലും മലയാളിക്ക് നഷ്ടപ്പെടുന്നതാണ്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. ശ്രീരാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ ജനസേവനവും അത് ഇതുവരെ ചെയ്ത പോലെ സുതാര്യമായിട്ട് പോകട്ടെ. ഒരു വാക്കുകൂടി നമുക്ക് പറയാം, നിർഭയമായി തന്നെ പോകട്ടെ മുന്നോട്ട്, ആരെയും കൂസാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ പക്ഷേ ആ കേസിൽ നിന്നുണ്ടായ ഒരു ട്രോമ, ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഈ ദുരന്തമുഖത്തൊക്കെ വലിയ തോതിൽ അദ്ദേഹത്തിന് സംഭാവന അർപ്പിക്കാൻ, സേവനം ചെയ്യാൻ പറ്റട്ടെ നമുക്ക് ആശംസിക്കാം. ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.